ചിൽഡ്രൻ ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ചലഞ്ചസ് ആൻഡ് ക്രിസ്ത്യൻ റെസ്പോൺസ് എന്നുള്ള ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇത്രയും സഹോദരി സഹോദരന്മാർ നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ആത്മഭാരം ഉള്ളവരായിട്ട് ഈ പ്രോഗ്രാമിൽ കടന്നു വരുവാൻ നിങ്ങൾ കാണിച്ച മനസ്സിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ തലമുറയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഉള്ള ഒരു ബോധമാണ് ഇനി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. സുവിശേഷൻ ബാലസംഘവും കഴിഞ്ഞ ചില നാളുകളായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു ഫോൺ കോൾ വേറൊരു സ്ഥലത്ത് നിന്ന് വരാനായിട്ടിടയായിത്തീർന്നു. ആ ഫോൺ കോളിൽ ഇങ്ങനെയാണ്: ഇന്ന ആളിനെ അറിയുമോ? ആ കുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേവലം അത്രമാത്രമുള്ളൊരു ചോദ്യം. എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ കുട്ടിയുടെ മാതാവിനെ വിളിച്ചു. ഇങ്ങനെയൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഇതിനെന്താണ് മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നീട് ആ മാതാവിനോട് പറഞ്ഞത്, എന്നോട് ചോദിച്ച സമയം മുതൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹൃദയത്തിൽ തീയായിരുന്നു. കാരണം ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിയ കാര്യം, എൻ്റെ മകൻ ഏതെങ്കിലും ഡ്രഗ്സ് ആ ഗ്രൂപ്പിൽ പെട്ടുപോയോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നത് വരെ എനിക്ക് വാസ്തവത്തിൽ ഒന്ന് ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മക്കളെക്കുറിച്ച് ഏറെ വ്യാകുലപ്പെടുന്ന, ഇന്നത്തെ അവരുടെ യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത, എന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്കെന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇവിടെ കൂടി വന്നിരിക്കുന്ന പേരൻസ്, കൂടി വന്നിരിക്കുന്ന ലീഡേഴ്സ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ കാര്യത്തെ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് നൽകുവാനുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന പ്രിയ കർത്തൃദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ബ്രദർ എബ്രഹാം തോമസ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തെ ചിന്തിക്കാറുള്ളത് ദ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. എപ്പോഴും ഭാവിയെക്കുറിച്ച് ഒരു വലിയ ദർശനത്തോടുകൂടി നീങ്ങുന്ന ഒരു ദൈവദാസനാണ്. ബ്രദർ ജോയ് ജോൺ, ഇൻഫ്ലുവൻസിങ് ദ ജനറേഷൻ, നമ്മുടെ തലമുറയെ വിവിധ നിലകളിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ. ഡോക്ടർ ജോൺ അബ്രഹാം, ട്രീറ്റിംഗ് ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലും പുറത്തുമുള്ള കാര്യങ്ങളെ ചികിത്സിക്കുവാൻ കഴിയുന്ന ഒരു ദൈവദാസൻ. ബ്രദർ ജി ബി പള്ളിപ്പാട്, എ യൂത്ത് മെൻറ്റർ, കഴിഞ്ഞ ചില നാളുകളായിട്ട് ദൈവം തന്നെ ആ നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രമുഖരായ പ്രഗത്ഭരായ ദൈവം ഹൃദയത്തിൽ ഭാരം നൽകിയിട്ടുള്ള ദൈവദാസന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചപ്പോൾ അവരിലൂടെ നമുക്ക് അനുഗ്രഹീതമായ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ കോറിയിടണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നിങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളതിൽ എഴുതി വയ്ക്കുകയും ഇതിന് ശേഷമായിട്ട് ഈ ചർച്ചകൾക്ക് ശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിവിധ ഗ്രൂപ്പുകളിൽ നമ്മൾ ഇവിടെ നിന്ന് കേട്ട ചിന്തകളുടെ മുകളിൽ വി ആർ ഗോയിങ് ടു ബിൽഡ് അപ്പ്, നമ്മൾ അതിൻ്റെ മുകളിൽ പണിയാനായിട്ട് പോവുകയാണ്. ആ പണി നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ വാട്ട് യു ക്യാൻ കോൺട്രിബ്യൂട്ട്, നിങ്ങൾക്ക് അതിന് എന്ത് തരാനായിട്ട് കഴിയും എന്നുള്ളത് ഇതിൽ നിന്ന് കേൾക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, കണ്ടെത്തുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റിവെച്ചിട്ട് അല്പസമയം എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡോക്ടർ ജോൺ അബ്രഹാമിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഫ്രം യുവർ ഒബ്സർവേഷൻ, വാട്ട് ഈസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ചിൽഡ്രൻ സ്പിരിച്വലി, ഇമോഷണലി ആൻഡ് സോഷ്യലി ഇൻ ടുഡേയ്സ് ജനറേഷൻ? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആത്മീയ മേഖലയുണ്ട്, മാനസിക മേഖലയുണ്ട്, വികാര മേഖലയുണ്ട്,
സാമൂഹ്യ മേഖലയുണ്ട്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുക? അതിനെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഈ 3 മേഖലകൾ വളരെയധികം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞതിന് തൊട്ട് വളരെയധികം ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർ ഡിജിറ്റലി കണക്റ്റഡ് ആണ്, പക്ഷേ റിലേഷണലി ഡിസ്കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഇല്ലാത്തൊരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യലായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്, ചാറ്റിംഗ് ഉണ്ട്. പക്ഷേ അവരോടൊരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മാത്രമല്ല അവരുടെ ഇമോഷണലി ഭയങ്കര കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അവർക്ക് പലപ്പോഴും ഫസ്റ്റ് ആവണം എന്നുള്ള ചിന്തയെക്കാളും കൂടുതൽ അവർക്ക് പ്രശസ്തരാകണം, ആൾക്കാരവരെ നോട്ട് ചെയ്യണം, അവർക്ക് ഒരു പേര് വേണം എന്നുള്ള നിലയിലാണ്. അപ്പം അക്കാഡമിക് പ്രഷറുണ്ട്, പേരൻസിൻ്റെ ലെവലിൽ നിന്ന് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രഷറുണ്ട്. പക്ഷെ അതേസമയം തന്നെ ലോൺലിനെസ്, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ്, ഡിപ്രഷൻ, ഇതൊക്കെ നിറഞ്ഞൊരു ലോകത്തിൽ കൂടെ മെൻ്റലി നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ മൊറാലിറ്റിയുടെ കാര്യം കൂടെ ചിന്തിക്കുമ്പം വളരെയധികം ഒരു നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ പോലെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫ്ലൂയിഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാണുന്നതെല്ലാം ശരി, എന്തുകൊണ്ട് അതൊക്കെ ശ്രമിച്ചുകൂടാ എന്ന് പറയുന്ന പോണോഗ്രഫിയൊക്കെ നിറഞ്ഞുള്ള എക്സ്പോഷർ ഇതിലൊക്കെ കൂടുതലായിട്ട് പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും 8 വയസ്സ് 7 വയസ്സിലൊക്കെ തന്നെ ഇതിൽ കാണുകയും 10 വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞു 10 വയസ്സുകാരൻ വരെ അഡിക്റ്റായി തീരുന്ന ഒരു മോറലി പോലും ഒരു കറക്റ്റ് മോറൽ കോമ്പസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് മീൻസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായ നിലയിലാണ്. നമുക്ക് ഇന്നത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നൊരു മേഖലയുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇന്നത്തെ തലമുറ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അനേക വർഷങ്ങളായിട്ട് യൂത്ത്സിനെ മെൻറ്റർ ചെയ്യുന്ന ഒരു ബ്രദറാണ് ജിബി. വാട്ട് യു ആർ ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദിസ്? ഇന്നത്തെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആത്മീയവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മൾ ഒരാളിൻ്റെ ആത്മീയത എങ്ങനെയുണ്ട് എന്നുള്ളത് എഗെയിൻ നമ്മൾ എന്താണ് അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ സാധാരണ പറയും അവൻ നല്ല ആത്മീയനാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? സാധാരണ ഞായറാഴ്ച ഒരുപക്ഷെ നല്ല തോട്ട്സ് പറയുന്നത് കൊണ്ടായിരിക്കാം അവൻ ആത്മീയൻ. എന്നാൽ പറയാത്ത ഒരാൾ ആത്മീയനല്ലേ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. സോ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത്. അപ്പോൾ ഞാൻ സൺഡേ മാത്രമല്ല ചെറുപ്പക്കാരെ കാണുന്നത്, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. സൺഡേ വളരെ നന്നായി തോട്ട്സ് പറയാനും സ്തോത്രം ചെയ്യാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും കഴിവുള്ളവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അങ്ങനെ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പം മുതൽ. പക്ഷേ അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റിന് നമ്മൾ എന്തുമാത്രം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മീയതയെ നമുക്ക് എത്രമാത്രം അളക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അത് ഇന്ന് എന്താ പറയുന്നത് ഒരു വിപത്തിലേക്ക് പോകുന്നുമുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ട് ഓക്കെ ഇന്ന ആൾ ആത്മീയനല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മൾ പറയുന്ന ആത്മീയൻ എന്ന ആ ചെറുപ്പക്കാരനെക്കാട്ടിലും നല്ല ആത്മീയതയുള്ള ആളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വർക്കേഴ്സിന്, ലീഡേഴ്സിന്, പേരൻസിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. വെരി ഗുഡ്. നമ്മൾ കുറച്ചുകൂടെ ആഴമേറി ചിന്തിക്കുവാനായിട്ട് ആവശ്യമുള്ള ഒരു മേഖലയിലാണ് എത്തിയിരിക്കുന്നത്. ജോയ് ജോൺ സാറേ, ഹൗ ഹാസ് ദ ഡിജിറ്റൽ വേൾഡ്, നമ്മൾ പറയും നമ്മൾ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്, പക്ഷെങ്കിൽ ഇന്ന് ഡിജിറ്റൽ വേൾഡ് നമ്മളെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ കമ്പയർഡ് ടു ദ ഏർലി ജനറേഷൻസ്? കഴിഞ്ഞ തലമുറയിൽ ഒരു അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു ലോകമായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ എല്ലാവരും ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്ര ചിന്തകന്മാർ വളരുന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കാൻ പാടില്ല, എന്ത് വായിക്കണം, എന്ത് വായിക്കാൻ പാടില്ല, ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടാൻ പാടില്ല, ഏത് ഭാഷ സംസാരിക്കണം, അതിനൊക്കെ അതിർവരമ്പുകൾ
നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ സഭ, അതുപോലെ അന്നുണ്ടായിരുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, യൂത്ത് ലീഡേഴ്സ്, അവരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ സ്വതന്ത്ര ചിന്തകരായതുകൊണ്ട് നമ്മൾ മാത്രമല്ല അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പിള്ളേരെ സ്വാധീനിക്കാൻ കഴിയുന്ന സമയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ ഈ സഭയിലാകെ അവർക്ക് കിട്ടുന്ന 2 മണിക്കൂറാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ച 2 മണിക്കൂറിൽ ചെറുപ്പക്കാർക്കുള്ള ശുശ്രൂഷ വളരെ കുറവാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എനിക്കൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വി ആർ നോട്ട് ഇൻഫ്ലുവൻസിങ് ദം. പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. അപ്പോൾ നമ്മൾ പറയും ആ പുസ്തകം വായിക്കരുത്. ഓക്കെ, എന്നാൽ എനിക്ക് വായിക്കൊരു പുസ്തകം നിങ്ങളിതാ. ആ റീല് കാണരുത്. ഓക്കെ, എനിക്ക് കാണാൻ റീൽ ഇതാ. ആ മൂവി കാണരുത്. എന്നാൽ ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഉള്ള സിനിമ എനിക്കിതാ, ഒരു ചലച്ചിത്രം എനിക്കിതാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല. റീപ്ലേസ് ചെയ്യാൻ നമുക്കൊന്നുമില്ല. അരുതുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ അതിന് പകരമായിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചർച്ച നമുക്ക് ഈ പിള്ളേർക്കെല്ലാം അറിയാം ചർച്ച വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആത്മീയ ഭാഷ, ആത്മീയ വേഷം, അങ്ങനെ അതൊക്കെ അവർക്കറിയാം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് അവർ പെരുമാറും. ഇപ്പോൾ ഒരു ചെറുക്കൻ എന്നോട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കേരളത്തിലെ വളരെ പ്രമുഖമായൊരു സഭയിൽ നിന്ന് വന്നൊരു ചെറുക്കനാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇടയ്ക്കിരുന്ന് ഉഴപ്പുമ്പോൾ മൂപ്പന്മാർ വന്ന് ഞങ്ങളെ ഒന്ന് വഴക്ക് പറയും. എന്താണ് നീ ഒന്നും എഴുതാക്കുന്നില്ല, നീയൊക്കെ പിന്മാറ്റത്തിലാണോ? അപ്പം അവൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അങ്കിളെ ഞങ്ങളുടെ റേറ്റിംഗ് ചിലപ്പോൾ കുറയും. ഞങ്ങളുടെ റേറ്റിംഗ് കുറയുമ്പോഴേക്കും ഞങ്ങൾ പറയും, എടാ നീ അടുത്ത ആഴ്ച സങ്കീർത്തനം, നീ ഒരു പാട്ട് പാട്, ഞാൻ ഒരു ചെറിയൊരു പ്രബോധനം പറയാം. അങ്ങനെ ഞങ്ങൾ ഒത്തിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് ചെയ്യും. അപ്പം മൂപ്പന്മാർ വിളിച്ചു, അന്ന് കൊള്ളാം, നിങ്ങൾ നല്ല യു ആർ ബാക്ക് ടു ദ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീതിപ്പെടുത്താൻ ഇമ്പ്രസ് ചെയ്യാൻ അവർക്കറിയാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് റിയൽ. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ റിയൽ സ്പിരിച്വാലിറ്റി എന്താണ് നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. വി ആർ നോട്ട് ഇൻഫ്ലുവൻസിങ് ദം സ്പിരിച്വലി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രിൻറ്റിങ്ങും ടെക്നോളജിയാണ്, ഡിജിറ്റലും ടെക്നോളജിയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ പ്രിൻറ്റിങ് ടെക്നോളജിയെ ടു സ്പിരിച്വലായിട്ടും ഡിജിറ്റൽ ടെക്നോളജിയെ ടു വേർഡ്ലി ആയിട്ടുമാണ് കാണുന്നത്. ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, എസ്പെഷ്യലി ഇന്നത്തെ ജനറേഷനിൽ. മറ്റൊന്ന്, ഒരു പക്ഷേ ഇനി ഒരു അധികം വർഷങ്ങൾ കഴിയുന്നതിനും അതിനുള്ളിൽ സ്കൂളിൽ ബാഗുമായി പോകുന്ന സിസ്റ്റം മാറാൻ പോവാണ്. അതായത് ഇന്ന് ബുക്സും ഒക്കെ ആയിട്ട് വലിയ ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു ടാബുമായിട്ട് പോകുന്ന ഒരു സിസ്റ്റം ആയി കഴിഞ്ഞു. ഇന്ത്യയിൽ അത് വളരെ വേഗത്തിൽ വരും. സോ നോ ബുക്സ്. എന്താണ് നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ, സൺഡേ സ്കൂളിൽ, ഫാമിലിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത്? നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ബുക്കും പേപ്പറും പെന്നുമായിട്ടിരുന്ന നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഡിജിറ്റലി നമ്മൾ എക്വിപ്ഡ് ആകേണ്ട ആവശ്യമുണ്ട്. അവരെ ആ നിലയിൽ വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഒരു ഇൻപുട്ട് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇന്ന് ഡിജിറ്റലിനെ കുറ്റം പറയുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം ഡിജിറ്റൽ ആകാൻ പോവാ. ആണോ? ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ അതിനെ നേരിടാനായിട്ട് കഴിയും, അതിനെന്താ ചെയ്യാൻ കഴിയുന്നത്? ബ്രഹ്മോസ്, ഞാനിന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, വി നീഡ് എ പാരഡൈം ഷിഫ്റ്റ്. അത് ഒരു പ്രത്യേക പദപ്രയോഗമാണ്. ഇന്നുള്ളതിൽ നിന്ന് നമ്മൾ നേരെ എബൌട്ട് ടേൺ എടുത്തിട്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ബ്രദറുകാരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചിലരും ഇത് അറിയുന്നില്ല. ലോകം ഇതറിയുന്നുണ്ട്. ഇവിടെ ചില ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു, റൈറ്റ് നൗ മീഡിയ, അതുപോലെ 414 വിൻഡോ, 414 ഇതൊക്കെ പറഞ്ഞു. ഈ കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി മലയാള മനോരമ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജാണിത്. അവർ പറഞ്ഞിരിക്കുന്നത്, വെൽക്കം ബീറ്റ, ഇന്നു മുതൽ പുതിയ ഒരു തലമുറ പിറവിയെടുക്കുന്നു, ബീറ്റ തലമുറ. ഇതിനെക്കുറിച്ച് നമ്മൾ എത്ര പേർക്ക് അറിവുണ്ട്? എന്നിട്ട് അവർ അതിൻ്റെ മിഡിൽ പേജ്, സ്പ്രെഡ് പേജിൽ അവർ പറഞ്ഞു, വെൽക്കം ബീറ്റ, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. ഒരു പക്ഷേ നമ്മളിത് സാധാരണ പത്രം വായിക്കുന്നത് പോലെ വായിച്ചു വിട്ടു. ഇത് വന്നതിൻ്റെ അന്ന് അടുത്ത സൺഡേയിൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, ആൽഫ ബീറ്റ ജനറേഷൻ. ജോയ് ജോണിൻ്റെ മോൻ ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. എന്നോട് ഇന്നിവിടെ വന്ന് കണ്ടപ്പം പറഞ്ഞു, നിങ്ങളിന്ന് ബീറ്റയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പം തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മിക്കവാറും ചർച്ച് ലീഡേഴ്സ്, എൽഡേഴ്സ്, ഭവനത്തിന് നേതൃത്വം നൽകുന്ന മാതാപിതാക്കന്മാരാണ് ഇരിക്കുന്നത്. ഹൗ മെനി ഓഫ് യു ആർ അവെയർ നമുക്കിങ്ങനൊരു ജനറേഷനെ ഡീൽ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ പറഞ്ഞു, മൂപ്പന്മാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു. നമ്മളൊക്കെ മൂപ്പന്മാരും ശുശ്രൂഷ ചെയ്യുന്നവരാണ്.
നമ്മുടെ വളർന്നു വരാൻ പോകുന്ന ബീറ്റ ജനറേഷൻ, അതിനെ അല്ലെങ്കിൽ ആൽഫ മുതൽ അല്ലേ, ആൽഫ മുതലുള്ള ബീറ്റ ജനറേഷനെ എന്ത് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റഡി നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇഫ് നോട്ട്, വി ആർ ടു ലേറ്റ്. ഞങ്ങൾക്കറിയാവുന്ന SBS-നെ രാജു കെ തോമസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെ ഒരു കോൺഫറൻസിന് അയച്ചു ബാംഗ്ലൂരിൽ. ഹീ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു. ജോണും ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ കാണുന്നതിനപ്പുറത്തൊരു വേൾഡ് ഉണ്ട്. 4 മുതൽ 14 വയസ്സ് വരെയുള്ളവരുടെ അംഗസംഖ്യയാണ് നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ജനസംഖ്യ ഇന്ന് ലോകത്തിലുള്ളത്. ഈ ജനസംഖ്യയിൽ അത്രയും പേര് നമ്മുടെ ബ്രദറുകാരുടെ കൂട്ടത്തിലുമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എന്ത് പ്രോജക്റ്റാണ് നമുക്കുള്ളത്? ആ പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞു, കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും ബിസിനസ്സുകാരും അവർ 5 വർഷം ലീവ് എടുത്ത് ഇവരെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് അവിടെ പഠിച്ചത്. എന്നിട്ട് കൗൺസിലിങ്ങും അതുപോലെ ഡിജിറ്റൽ പ്രോഗ്രാംസും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ബിനു സാമുവൽ. അന്ന് ഞങ്ങൾക്ക് അവിടെ കിട്ടിയ ഇൻസ്പിറേഷനിൽ ഞങ്ങൾക്ക് മുന്നേ പോയി അദ്ദേഹം ഈ രംഗത്ത് ഒരു PhD കരസ്ഥമാക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരും, എല്ലാ പേരൻസും ഗ്രാൻഡ് പേരൻസും മോശ പറഞ്ഞ വാക്യങ്ങൾ, യു ഷുഡ് ടീച്ച് യുവർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ഡിലിജൻ്റ്ലി. അതുകൊണ്ട് പേരൻസും ഗ്രാൻഡ് പേരൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുക, വാട്ട് ഈസ് യുവർ റോൾ. അതായിരിക്കും ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പാരഡൈം ഷിഫ്റ്റ്. നാം ഈ ബീറ്റ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെയൊക്കെ ഉള്ളിലുണ്ട്, ഇത് എന്നെ ഈ ബീറ്റ എന്ന് ഒത്തിരി കുറേ നേരം പറയുന്നുണ്ടല്ലോ. 2025 മുതൽ 2039 വരെയുള്ള ജനറേഷനാണ് ഇപ്പം പറയുന്നത്, ബീറ്റ ജനറേഷൻ എന്ന് പറയുന്നത്. ആ ജനറേഷനോടുള്ള ബന്ധത്തിൽ ദേ ആർ ഗോയിങ് ടു ഡു ദ വണ്ടേഴ്സ് വിത്ത് ദർ ഡിജിറ്റൽ അല്ലെങ്കിൽ ദർ ഡിവൈസസ്. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവരാണ്. അവരെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് ആകെ കൂടെ അറിയാവുന്നത് ഈ കോൾ വന്നാൽ എടുക്കാനറിയാം, തിരിച്ചു വിളിക്കാനറിയാം. ഇതല്ലാതെ ഇതിനകത്ത് എന്തുണ്ട് എന്നറിയാൻ പാടില്ലാത്ത ഞാനും നിങ്ങളും നമ്മളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ തലമുറയെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പിന്മാറാൻ പറ്റുകയില്ല. ഈ ഡിജിറ്റൽ വേൾഡ് അത് ഒരു വിധത്തിൽ ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം ദർ ആർ ലോട്ട് ഓഫ് ഡേഞ്ചേഴ്സ്. അപ്പോൾ അത് മോറലി ഉണ്ട്, മെൻ്റലി ഉണ്ട്, സ്പിരിച്വലി ഉണ്ട്. ആ ഡേഞ്ചേഴ്സ് ഏറ്റവും വാട്ട് ഈസ് ദ ബിഗസ്റ്റ് ഡേഞ്ചർ, ഏറ്റവും വലിയ അപകടം എന്താണ് ഡോക്ടർ ജോൺ? ഏറ്റവും വലിയത് ഞാൻ കാണുന്നിടത്തോളം പാപത്തെ ലഘൂകരിക്കുക. സ്പിരിച്വൽ കാര്യങ്ങളായിട്ട് നമ്മൾ വളരെ സ്ട്രോങ് വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് അങ്ങനെ അല്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന, അതായത് മുമ്പൊക്കെ നമ്മൾ ശരി എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇന്ന് തെറ്റ് എന്ന് പറയുകയും വളരെ തെറ്റ് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ശരി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഏറ്റവും വലിയൊരു ഡേഞ്ചറുകളിൽ ഒന്ന് അവർക്ക് മോറലി അല്ലെങ്കിൽ എല്ലാം വളരെ റിലേറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഈ ജഡ്ജിങ് സ്കെയിൽ മാറുന്നു എന്നാണോ? വാട്ട് യു സേ? ഈ ഡിജിറ്റലിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സെക്ഷൽ ബ്രോക്കൺനെസ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും സിൻഫുൾ നേച്ചറിലാണ് താമസിക്കുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് കൂടുന്തോറും ഒരു സെക്ഷൽ ബ്രോക്കൺനെസ്സിലേക്കാണ് നമ്മുടെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ആ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഈ സെക്ഷൽ അഡിക്ഷനിലേക്കും അതുപോലെ ആ നേച്ചറിലേക്കും കുട്ടികൾ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ ഫീഡിങ് ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും ഇവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കോണ്ടൻസാണ്. സോ അത് വലിയൊരു അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അതിൽ നിന്ന് ഇവരെ റിക്കവർ ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു സാധാ പ്രസംഗം കൊണ്ടോ ഒരു സാധാരണ ബൈബിൾ സ്റ്റഡി കൊണ്ടോ സാധിക്കാത്ത ഒരു കാലത്തിലാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുന്ന ഒരു ജനറേഷനോടാണ് നമ്മൾ പറയുന്നത് 3 നേരം പ്രാർത്ഥിക്കുക, 2 നേരം ബൈബിൾ. ഓഫ് കോഴ്സ് അത് വേണ്ടെന്നല്ല ഞാൻ പറയാം. നമ്മൾ ഈ ഡോക്ടേഴ്സ് മെഡിസിൻ പറയുന്ന ഒരു ആഹാരത്തിന് മുമ്പ്
മരുന്ന് കഴിക്കണമെന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ വിടുന്നത്. പക്ഷേ എങ്ങനെയാണ് നമുക്കതിനകത്ത് ഹെൽപ്പ്, ഓൾറെഡി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനെ എങ്ങനെയാണ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത്? വലിയൊരു ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യം ജിബിയോട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ പിള്ളേർ ഇങ്ങനെയൊക്കെയാണ്, ഇതാരാ ഇതിനൊരു എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ടു? അതിനാണല്ലോ നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല പേരൻസ് ആൻഡ് ലീഡേഴ്സ് അറിഞ്ഞിരിക്കണം എന്താണ് കാണുന്നത്, എന്താണ് അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും മാതാപിതാക്കൾക്ക് അറിയത്തില്ല. എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഷിംഷോൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ തേൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം മാതാപിതാക്കൾ അറിഞ്ഞില്ല, അതിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ മൊബൈൽ കൊടുത്തിട്ടുണ്ട്, അവർ പഠിക്കുവാണെന്നും പറഞ്ഞ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ വാട്ട് ആർ ദേ ആക്ച്വലി ഡൂയിങ്? ആ ഒരു എന്താ പറയേണ്ടേ, ഒരു റെസ്പോൺസിബിലിറ്റി ടു നോ ഓൾസോ ഷുഡ് ബി ദെയർ ഫ്രം പേരൻസ്. എന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തുറന്നു പറയാൻ തയ്യാറെടുക്കുന്നവർക്ക് ഒരു ജഡ്ജ്മെൻ്റലായിട്ട് അല്ലേലും നീ ഇങ്ങനെ, നിന്നോട് ഏൽപ്പിക്കാനേ പറ്റത്തില്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് ദേ വിൽ നെവർ ഓപ്പൺ അപ്പ് അഗെയിൻ. അപ്പം അതുകൊണ്ട് പേരൻസും മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം അന്നത്തെ കാലത്തെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് പറയുന്നതിനേക്കാളും കൂടിയ ലെവലിലുള്ള മിസ്റ്റേക്സാണ്. പക്ഷെ അത് പറയാനും ഓപ്പൺ അപ്പ് ചെയ്യാനും ഉള്ളൊരു സ്പേസ് അവിടെ കൊടുക്കണം. അത് ചർച്ച് ലീഡേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം എത്ര പേരൻസിനുണ്ട്? കാരണം ഇവർ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുള്ള ആളുകളില്ല. ദേ ഹാവ് മോർ ഡിജിറ്റൽ ഫ്രണ്ട്സ് ദാൻ ദ റിയൽ ഫ്രണ്ട്സ്, അല്ലേ? അപ്പോൾ ആ ഈ ഡിജിറ്റൽ ഫ്രണ്ട്സ്, ജോയ് സാറേ, അത് അവരെ അഫക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ പേഴ്സണാലിറ്റി. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കുറേ ഡേഞ്ചറസ് ആയ ഗെയിംസ് ഉണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് റഷ്യയിലും ജർമ്മനിയിലും അമേരിക്കയിലുള്ള ആൾക്കാരുമായിട്ട് കളിക്കാൻ പറ്റും. അതിനുള്ള ചില എൻ്റെ സ്ലൈഡിനകത്തുണ്ടായിരുന്നു സം ഓഫ് ദി വെരി വെരി ഡേഞ്ചറസ് ഗെയിംസ് ലോകത്തിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ലെവലായിട്ടാണ്. ഓരോ ലെവലിൽ വരുമ്പോഴേക്ക് യു വിൽ ബി ലിങ്ക്ഡ് വിത്ത് സംബഡി എൽസ്. നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ കളിക്കുന്നത്. അപ്പം നമുക്കുള്ളത് റിയൽ ഫ്രണ്ട്സ് അല്ല, വെർച്വൽ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഓരോ റീലിൻ്റെ അടിയിൽ ഓരോരുത്തർ വന്ന് പറയത്തില്ലേ, പ്ലീസ് ഷെയർ, കമൻറ്റ്, ലൈക്ക്, അല്ലേ വെറുതെ. ഞാൻ ആൾക്കാരോട് പറയാം, എന്നെ ഇഷ്ടപ്പെടൂ. എനിക്ക് ഇഷ്ടപ്പെടാൻ സൗകര്യം ഇല്ലെങ്കിലോ? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങ് ആവശ്യപ്പെടുകയാണ്. ബിക്കോസ് എല്ലാവർക്കും ആവശ്യമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ വാണ്ട് ടു ബി വൈറൽ, നോട്ട് വൈറ്റൽ. എനിക്ക് പ്രാധാന്യമല്ല വേണ്ടത്, ഞാൻ അറിയപ്പെടണം. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേര് എന്നെ അറിയുന്നുള്ളതാണ്. അപ്പം എനിക്കുള്ളത്, ലോകത്തിലുള്ള മുഴുവനുള്ളത് ഡിജിറ്റൽ ഫ്രണ്ട്സ് ഓർ അൺറിയൽ ഫ്രണ്ട്സാണ്, സോഷ്യൽ ഫ്രണ്ട്സാണ്. എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന, എൻ്റെ പശ്ചാത്തലം അറിയുന്ന, എൻ്റെ സ്വഭാവം അറിയുന്ന, എൻ്റെ ബലഹീനത അറിയുന്ന, എന്നെ മുൻപോട്ട് നയിക്കുവാൻ കെൽപ്പുള്ള ഒരു പേഴ്സണൽ ഫ്രണ്ട്, സ്പിരിച്വൽ കോച്ച് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള ആളുകളുടെ അഭാവമാണ് ശരിക്ക് കുഞ്ഞുങ്ങൾ പഴച്ചു പോകാനുള്ള കാരണം. നേരത്തെയൊക്കെ ആണെങ്കിൽ ആളുകൾ വൈറലാകാനായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം നെഗറ്റീവായിട്ടുള്ളതാണ്. നെഗറ്റീവ് ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് വൈറലാകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ അലൻ ജോസ് പരേരയും ആറാട്ടണ്ണനും അതുപോലെ കിംബോയും ടൈഗർ അണ്ണനും അവരൊക്കെ എന്തിനാ ഈ കോമളികളാകുന്നത്? ശ്രദ്ധിക്കപ്പെടുന്നതിലൂടെ കാശ് വാങ്ങുക. പിന്നെ അവർ പറയുന്നതും അവർ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ അബോധ മനസ്സിലൂടെ അവരുടെ മനസ്സിൽ കയറി ദേ വിൽ പിക്കപ്പ് വാട്ട് ദേ ആർ സേയിങ്. മറ്റുള്ളവർ പറയുന്നതാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഈ അസഭ്യം പറയുന്നതും അതൊക്കെ ഇന്നൊരു സ്റ്റാൻഡേർഡാക്കി നമ്മുടെ കുട്ടികൾ പോലും മാറ്റുന്നു എന്നുള്ളതാണ് ഒരു ഡേഞ്ചർ. അപ്പം ഈ നമ്മൾ കണ്ടതുപോലെ ഈ ഡിജിറ്റൽ ഒരു അപകടമാണെങ്കിലും ഈ ടെക്നോളജി നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൂടെ? തീർച്ചയായിട്ടും. സുവിശേഷം. അപ്പം എങ്ങനെയത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ ജോൺ? ഇപ്പം പോസിറ്റീവായിട്ടുള്ള കണ്ടൻറ് ക്രിയേഷൻ, നേരത്തെ ഞാനവിടെ സംസാരിച്ചതുപോലെ അതിൻ്റെ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ഇപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് അവരുടേതായ നിലയിലുള്ള ചിലപ്പം ചെറിയ പോസ്റ്റുകളായിരിക്കാം, പക്ഷെ അതേസമയം ചിലപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചെറിയ, അല്ലെങ്കിൽ ചിലർ ഇവിടെ തന്നെ ഇരിക്കുന്ന ചിലർ ചെയ്തിട്ടുള്ളത് കണ്ടുള്ള ചെറിയ പ്രസംഗങ്ങളുടെ ചെറിയ ക്ലിപ്സ്, ജസ്റ്റ് 40 സെക്കൻഡ് 60 സെക്കൻഡ്സ് ഉള്ള ക്ലിപ്സ് അവരുടെ സ്റ്റോറിയിലിടും. അപ്പോൾ അത് വൈറലായിട്ട് പോകുന്നുണ്ട്, നല്ല റീച്ച് കിട്ടുന്നുണ്ട്. മാത്രമല്ല അനേക ആപ്സ് ഇന്ന് അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലുള്ള റൈറ്റ് നൗ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്സാണ്. പിന്നെ സൂപ്പർ ബുക്ക്, ഇങ്ങനത്തെയൊക്കെ കണ്ടൻറ്റ്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നുള്ളൂ.
രണ്ടാമത് ഇപ്പം തന്നെ ലിവിങ് വാട്ടേഴ്സ്, പിന്നെ സ്ട്രീംസ് ഓഫ് വാട്ടേഴ്സ്, ലിവിങ് ഫീലിംഗ് അലൈവ്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഡിജിറ്റൽ മീഡിയംസ് ആണ് ഇതെല്ലാം. അത് മാത്രമല്ല, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ഡിജിറ്റൽ മീഡിയയിലോട്ട് ഇറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, കറക്റ്റ്. ഞാൻ പറയാൻ വന്നു, ഞാൻ ക്യാമ്പിനൊക്കെ പോയപ്പം കൊച്ചു പിള്ളേർ ലൈക്ക് 16, 17, 18 ദേ ആർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫോർ ഈ പറഞ്ഞ ചില ബ്രദറനായിട്ടുള്ള ആൾക്കാരുടെ ചില ആപ്സിൻ്റെ അകത്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. സോ ദേ ആ അപ്പോൾ പോസിറ്റീവായിട്ടും കണ്ടന്റും ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന റൈറ്റേഴ്സായിട്ട് ബ്ലോഗ്സായിട്ട് ഉള്ളതൊക്കെ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. Okay, I have a question to Dr. Binu. So you did family life education. You know that based on our this kind of a system, you had a burden for this. അനേക വർഷങ്ങളുടെ അധ്വാനമാണ്. What will be your contribution in this case? ഇപ്പം നമ്മൾ കേട്ടു ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് ഇപ്പം നമുക്കൊരു എഡ്യൂക്കേഷൻ ആവശ്യമാണ് ഈ രംഗത്ത്. ആ നിലയിൽ ഫ്രം യുവർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, വാട്ട് വേ me, John, or parents or those who are listening, ഇവിടെ കേൾക്കുന്ന ആളുകൾക്ക് എന്താ ചെയ്യാൻ കഴിയും? ഒരു സമയത്ത് ഈ കുട്ടികളെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ പേരൻസ് പലപ്പോഴും ഇതൊക്കെ വെറും കെട്ടുകഥയാണ് എന്ന് പറയാറുണ്ട്. ഇതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ സ്റ്റോറി ക്രിയേറ്റഡ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇന്നത് പൂർണ്ണമായിട്ട് മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെങ്കിൽ ഇന്ന് സ്ഥലസഭകൾ അത് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും കുട്ടികളുടെ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് ഹൗ ടു ഹാൻഡിൽ ദ ഡിജിറ്റൽ സ്റ്റുഡൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം അവിടെ ഒരു ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. സോ ആ ഒരു മേഖലയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. ആ എഡ്യൂക്കേഷനിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളെ നേടാനായിട്ട് സാധിക്കും. ഈ എഡ്യൂക്കേഷൻ ഇവിടെ ഇരിക്കുന്ന ഈ പേരൻസിന് അവർക്ക് പഠിക്കാൻ ഒക്കുമോ? അതോ നമ്മൾ ഈ പറയുന്ന ഈ സൂപ്പർഫിഷ്യലായിട്ട് ഇതിങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ? ഈ വാട്സാപ്പ് ഉപയോഗിക്കാനായിട്ട് 19 മുമ്പ് എത്ര പേർക്ക് അറിയാമായിരുന്നു? പലർക്കും അറിയത്തില്ല, എന്ത് ഈ വാട്സാപ്പ് എന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു രോഗം വന്നതോടുകൂടെ, കോവിഡ് വന്നതോടുകൂടെ നമ്മളെല്ലാം പഠിച്ചു. എങ്ങനെയാണ് വാട്സാപ്പ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സൂം ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ, ആവശ്യബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാനായിട്ട് കഴിയും. ഞാൻ ഒരു കാര്യം ഇതിനകത്ത് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ ഇച്ചിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് ഒരു എക്സ്ട്രാ പല്ല് വെച്ചിട്ട് ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചും മനുഷ്യൻ ദൈവസൃഷ്ടിയാണ്, ഏറ്റവും സൃഷ്ടിയുടെ മണിമകുടമാണ്, വിലയുള്ളവനാണ്, ആ ആശയത്തിലൊരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾക്കറിയാം 25 ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ ചുമ്മാതെ മൊബൈൽ ഒരു മരത്തിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഞാൻ തന്നെ ചെയ്തൊരു സാധനം 25 ലക്ഷമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തലമുറകളുടെ സംഗീതം എന്ന് പറഞ്ഞ അതിനകത്ത് ഞാൻ തമിഴ്നാട്ടിലെ കണ്ണദാസൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത ഉപയോഗിച്ചിട്ട് ഗോസ്പൽ ഒരു 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞായിരുന്നു. 5 ലക്ഷം ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം അത് പങ്കുവച്ചത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ അങ്ങനെ ഇഷ്ടംപോലെ പോയി. 5 ലക്ഷം അതിൽ മാത്രം, ഇൻസ്റ്റയിൽ മാത്രം. അപ്പോൾ നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ കാണാൻ ആൾക്കാരുണ്ട്. നമ്മൾ ഈ വാട്സാപ്പിൽ എത്രയോ ഗോസിപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളുടെ എല്ലാം മൊബൈൽ എടുത്ത് നോക്കിയേ, ഉപദേശിമാരെയും മൂപ്പന്മാരെയും സഭകളെയും, ആ പുള്ളി അങ്ങനെ ചെയ്തു, ഈ പുള്ളി ഇങ്ങനെ വീണു, ആ പെണ്ണിങ്ങനെ ഒളിച്ചോടി, ഈ ഉപദേശി ഇങ്ങനെ പൈസ പറ്റിച്ചു എന്ന് പറയുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാം താഴടിച്ച് കളിക്കുന്ന എത്രയോ ഗ്രൂപ്പുകളുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? വൈ ഡോണ്ട് യു ക്രിയേറ്റ് ഗുഡ് കണ്ടൻറ്റ്? നല്ലൊരു കണ്ടൻറ്റ് കൊടുത്ത് നമ്മുടെ സമൂഹത്തിനെ നമ്മൾ വളർത്താൻ ശ്രമിക്കുക. യെസ്, ഈ ഡിജിറ്റൽ ലൈഫും റിയൽ ലൈഫും എങ്ങനെ ഹെൽത്തി ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും? അതിന് എന്താണ് നമുക്ക് സ്റ്റെപ്സ് ആയിട്ടുള്ളത്? ഞാൻ അതിനിങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാൻ ആഗ്രഹിക്കുക, ഡിജിറ്റൽ സ്റ്റുവേർഡ്ഷിപ്പ്. ഓക്കെ, നമ്മൾ സ്റ്റുവേർഡ്സാണ്. നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റുവേർഡ്ഷിപ്പ് പഠിപ്പിക്കാറുണ്ട്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരുമ്പോൾ അത് പ്രത്യേകം പഠിപ്പിക്കാറുണ്ട്. സോ ഡിജിറ്റൽ സ്റ്റുവേർഡ്ഷിപ്പ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മൾ സാധാരണ പറയുന്നത് അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ്
കട്ട് ചെയ്യുവാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ സ്റ്റിവാർഡ്ഷിപ്പ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ. 2, ഡിജിറ്റൽ കവനൻറ്റ്. അവർ എന്തുപയോഗിക്കണം, എന്തുപയോഗിക്കരുത്, അതിനൊരു മോണിറ്ററിങ്, അതിനൊരു അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ സെറ്റ് ചെയ്യുക. പേരൻസിനും മെൻറ്റേഴ്സിനും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ഫാമിലിയിൽ തന്നെ ഡിന്നർ ടൈം അല്ലെങ്കിൽ ഫാമിലി ടൈം, ഇവിടെ നോ ഫോൺ, അത് നിർബന്ധമായും വീടുകളിൽ നമ്മൾക്ക് ചെറിയ ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് ഈ ഡിജിറ്റൽ ലൈഫിനെ, ഡിജിറ്റൽ കാര്യങ്ങളെ സാർ പറഞ്ഞ പോലെ ഈ ഒരു ഡിജിറ്റൽ വേൾഡ് നമ്മൾ കേരളത്തിലല്ല, വെളിയിലോട്ട് പോയാൽ, വിദേശങ്ങളിൽ പോയാൽ, മറ്റു രാജ്യങ്ങളിൽ അവരെന്താ ചെയ്യുന്നത്? പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല, ഹോം സ്കൂളിൽ. അവിടെ ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ അവരുണ്ടാക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ പോയ പാപ്പുവ ന്യൂഗിനി, 4000 ഫോറിൻ മിഷണറീസും പിള്ളേരും അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഒരെണ്ണത്തിനെ സ്കൂളിൽ വിടാൻ അവിടെ സ്കൂളില്ല. ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഒരു വീട്ടിൽ 6, 7, 8 പിള്ളേരുണ്ട്. ആ ഫാദറും മദറും അവരെ ഡിജിറ്റൽ സ്കൂളിൽ പഠിപ്പിച്ച് ആ ഡിജിറ്റൽ ഡിസിപ്ലിനിൽ കൂടെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് കാണാനായിട്ട് കഴിയുന്നു. നമ്മൾ ഇവിടെയും ആ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം as you said, there is scope for digital discipline and മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് അനാവശ്യമായ കാര്യങ്ങൾ, അതായത് അശ്ലീലം, അതുപോലെ ഈ ഫൈറ്റ്, ഡ്രഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പോൾ കവനൻ്റ് ഐസ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലാപ്ടോപ്പോ മൊബൈലോ മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനി ടൈം ദേ ഗോ ടു റോങ് പ്ലേസ് നമുക്ക് റെഡ് സിഗ്നൽ വരും. അതുപോലെ നെറ്റ് നാനി, ഇങ്ങനെയുള്ള പല ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പെയ്ഡ് ആയിരിക്കുന്ന പലതുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് സുരക്ഷിതമായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട്, ഇപ്പോൾ രാഷ്ട്രീയപരമായതോ അല്ലെങ്കിൽ മറ്റുള്ള മതം, കൾട്ട്, അതുപോലെ സെക്സ്വലി എക്സ്പ്ലിസിറ്റ് ആയിരിക്കുന്ന എന്തെങ്കിലും മെസ്സേജുകളോ ചിത്രങ്ങളോ ആശയങ്ങളോ വന്നു കഴിഞ്ഞാൽ അന്നേരം അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭ്യം. ഓക്കെ, ഞാനൊരു ചോദ്യം പേരൻസിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കൾക്കോ ഫോൺ ഓൺ ചെയ്ത് ഫുഡ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? പിള്ളേർ കഴിക്കണമെങ്കിൽ ഈ സാധനം വേണം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഈ കണ്ടൻറ്റ് അവർക്ക് ഏത് നിലയിൽ അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു LGBTQ എന്നും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം LGBTQൻ്റെ കളർ എന്തുവാണ്? വിബ്ജിയോർ കളർ അല്ലേ? നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഈ മഴവില്ലിൻ്റെ പടമുള്ള ഉടുപ്പോ സാധനങ്ങളോ വാങ്ങിക്കുമ്പോൾ ഓർത്തോണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിനെയാണ്. 6 കളറാണ്, ഓരോ കളറിനും ഓരോ അർത്ഥമാണ്. അതെ. സോ അപ്പം നമ്മളിത് ശരിയായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കും കാർട്ടൂണാണ് പിള്ളേർ കാണുന്നത്, നല്ലതായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, അവൻ്റെ ഒരു ശ്രദ്ധ നോക്കണം, അവനെ നമ്മൾ ഒരു രക്ഷയുമില്ല. അപ്പം അതിൽ നിന്ന് ഒരു ഡൈവേർഷൻ ഉണ്ടാകണമെങ്കിൽ പേരൻസിനാണ് ആദ്യം എഡ്യൂക്കേഷൻ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഓക്കെ, ഫാമിലിക്ക് അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഏത് നിലയിൽ സാധിക്കും? ചർച്ചിന് അതിന് വല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ സൺഡേ സ്കൂളിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത് ഡോക്ടർ ജോൺ? ഒരു കാര്യം വളരെ പ്രധാനമായിട്ടുള്ളത്, ഇവിടെ ഇരിക്കുന്ന പേരൻസിൽ ഒന്ന് തിരിച്ചു പോയി ഒന്നെങ്കിൽ അവരുടെ കൊച്ചുമോനായിരിക്കാം, കൊച്ചുമോളായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായ മോനും മോളും എന്താണ് ഈ മൊബൈലിൽ ചെയ്യുന്നത് എന്നൊന്ന് അവനോട് ചോദിക്കാൻ. നീ കളിക്കുന്ന ഗെയിംസ് എന്തൊക്കെയാണ് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് അവൻ്റെ കൂടെ ഇതിൽ അവരും ഇൻവോൾവ് ആണ് എന്നുള്ളൊരു തോന്നൽ ആ മകനോ മകൾക്കോ ഉണ്ടായ അതൊരു വലിയൊരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സൺഡേ സ്കൂളിനൊരു വലിയ റോളുണ്ട്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ലെസൺസ് അല്ലെങ്കിൽ അത് ഫാമിലി ടൈമായിട്ടൊന്ന് മാറ്റാനായിട്ട്, അതായത് സാധാരണ നിലയിൽ നീ പഠിക്കുക, നീ പോയി സൺഡേ സ്കൂളിൽ പോ, നീ നിൻ്റെ പരീക്ഷ നോക്കിക്കോ എന്നുള്ള നിലയിലാണ് പലപ്പോഴും. ചിലപ്പോൾ അമ്മമാരിരുന്ന് പഠിപ്പിക്കുമായിരിക്കും ആ പരീക്ഷാ സമയം വരുമ്പോൾ. പക്ഷെ അതല്ല, ഓരോ ആഴ്ചയിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2 minutes ക്യാപ്സ്യൂൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫാമിലി ആയിട്ട് എന്നുള്ളത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒന്ന് കുറച്ച് ആക്റ്റീവായിട്ട്, ഈ പറഞ്ഞ പോലെ ഇതൊന്നും കാഷ്വലായിട്ടുണ്ടാകുന്ന കാര്യമല്ല, ഇതെല്ലാം നമ്മളായിട്ട് ഒരു ഇൻട്രസ്റ്റ് എടുത്താലേ കാര്യം നടക്കത്തുള്ളൂ. അതായത് നമ്മുടെ ഒരു ജനറേഷൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നിലയിൽ. അപ്പം ആ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് സൺഡേ സ്കൂളിൽ നമ്മളിപ്പോഴും പലപ്പോഴും പണ്ടത്തെ സൺഡേ സ്കൂൾ ലെസൺസ് ഒക്കെയാണ്, പക്ഷെ ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയോ അതിനൊന്ന് റീവർക്കോ ചെയ്യേണ്ട സമയമായി. ജോൺ പറഞ്ഞതിനോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. കാരണം
പേരൻസിനൊരു വലിയ റോളുണ്ട് ഇതിനകത്ത്. ജോയ് ജോൺ സാർ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, ഈ കാണുന്ന കാർട്ടൂൺസിൽ ഇപ്പോഴത്തെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് അറിയാം. കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്, യു ക്യാൻ മാരി എ ബോയ് ക്യാൻ മാരി എ ബോയ്, എ ഗേൾ ക്യാൻ മാരി എ ഗേൾ. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ഫോറിൻ കൺട്രിയിൽ എൻ്റെ ഒരു കസിനോട് ഞാൻ ചോദിച്ചു, നീ ഇവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ പറഞ്ഞു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ വന്നിട്ട് എല്ലാ ദിവസവും എന്നോട് ചോദിക്കുന്നത്, മമ്മി ആം ഐ എ ബോയ് ഓർ എ ഗേൾ? എടാ നീ ചെറുക്കനല്ലേ? അല്ല, എൻ്റെ സ്കൂളിൽ ടീച്ചർ എന്നും എന്നോട് പറയുക നീ ഒരു ഗേളാണ്. ദ വേൾഡ് ഈസ് ടീച്ചിങ് ദിസ് തിങ്സ്, ജെൻഡർ. മേ ബി ഡോക്ടർ ക്യാൻ ആൻസർ ഓൺ ദാറ്റ് പ്ലീസ്. അത് വലിയൊരു ഏരിയയിലേക്കാണ് പോകുന്നത്, ജെൻഡർ ഡിസ്ഫോറിയയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? ഗവൺമെൻറ്റിൻ്റെ ഇവർക്ക് മെഡിക്കൽ എത്തിക്സ് ചിലപ്പോൾ ജോലി പോകും. അല്ല, ഇതൊക്കെ ഫാമിലിയിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. കാരണം ഭയങ്കര കൺഫ്യൂസിങ് മെസ്സേജാണ് വെളിയിലോട്ട് പോകുന്നത്. പക്ഷെ ഞാനായിരിക്കുന്ന പഞ്ചായത്തിൽ സ്റ്റഡി നടത്തി. ആക്ച്വലി ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല അവിടെ. പക്ഷേ അവിടെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഡോക്യുമെൻറ്റഡ് ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. പക്ഷെ അതേസമയം മീഡിയ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് ഫുൾ ഡോക്യുമെൻറ്റേഷൻ വരുന്നത്. അതേപോലെ ഇത് അറിയാൻ 1 or 2 ഉണ്ടെങ്കിൽ അവരൊരു മൈനോറിറ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രോപ്പഗാൻഡയാണ്. അത് കേൾക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് ചുറ്റും. അപ്പോൾ ഒരു ടീനേജ് ലൈഫിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങളും പല വിധത്തിലുള്ള ചിന്തകളും അവർക്കൊക്കെ ഉണ്ടാവും, നാച്ചുറലാണ്. പക്ഷെ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അതിനെ തെറ്റായ രീതിയിൽ വഴി തിരിച്ചു വിടാനോ ഉള്ളൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മുടെ പേരൻസ് ഇത് അറിയണം, ഇതിങ്ങനെയൊക്കെ ഉള്ളൊരു ലോകത്താണ്. അപ്പോൾ ബൈബിളിൽ നിന്നുള്ള ഫാമിലി പ്രെയർ ടൈമിലോ അല്ലെങ്കിൽ അവരുമായിട്ട് അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളും പറഞ്ഞു കൊടുക്കുവാനും ഉള്ളതും സൺഡേ സ്കൂൾ റിവിഷൻ ആവശ്യമാണ്. ഈ ടോപ്പിക്സും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോയ് ജോൺ സാറേ ഞാൻ ചോദിക്കട്ടെ, ക്യാൻ ഇറ്റ് ഹാപ്പൻ ഇൻ ടു അവർ ഫാമിലീസ് ആൻഡ് അവർ കമ്മ്യൂണിറ്റി? തീർച്ചയായും. നമ്മളിപ്പം പുറത്തുള്ളവരെയാണ് പറയുന്നത്, അവരവിടെ അങ്ങനെയാണ്. ഇറ്റ് ക്യാൻ in many countries, even in our cities, in India itself now we are facing that from our fear community, from our community itself. We are facing a big problem in which 2-3 people have come up on TEDx and talked about this. ഞങ്ങളുടെ അസംബ്ലി ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ അടുത്തറിയാനും അവരോട് ഇടപെടുവാനും എനിക്ക് ഒത്തിരി ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്സ് ഉണ്ട്. ബ്രദറൻ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ, ഞാനൊരു 10 വർഷം മുമ്പേ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹമായിരുന്നു പാട്ട് ലീഡ് ചെയ്തതും MC ചെയ്തതും എന്നെ പരിചയപ്പെടുത്തിയതും. അദ്ദേഹം ഇന്ന് അവരായിട്ട് മാറിയിരിക്കുകയാണ്, അവളായിട്ട് മാറിയിരിക്കുകയാണ്. അത് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതൊന്നും അതൊക്കെ സായിപ്പ്മാരുടെ ഇടയിലില്ല, അതൊക്കെ ഫോറിൻ രാജ്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കത്തില്ല. ഇറ്റ് ഹാസ് കം ടു അവർ കമ്മ്യൂണിറ്റി. മാത്രമല്ല, ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് ഡിക്ലെയർ ചെയ്ത ഒരു 5 വേർപാട് പെൺകുട്ടികളെ എനിക്കറിയാം. അവരുടെ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞേരെ. അല്ല, സ്ത്രീയോട് മാത്രം ആകർഷണം തോന്നുന്ന ഒരു സ്വഭാവത്തെയാണ് ലെസ്ബിയനിസം എന്ന് പറയുന്നത്. അത് ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലുണ്ടായതാണ് ഈ ഒരു ആകർഷണം. അതുകൊണ്ടാണ് അങ്ങനെ ആകർഷണം സ്വന്തം ലിംഗത്തോട്, എതിർലിംഗത്തോടല്ല, ഒരു സ്ത്രീക്ക് സ്ത്രീയോട് മാത്രം ഉണ്ടാകുന്ന വൈകാരികമായ അല്ലെങ്കിൽ ലൈംഗികപരമായ ആകർഷണത്തിനെയാണ് ലെസ്ബിയനിസം. പുരുഷനുമാതാണെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി. ഇതല്ലാത്ത അസെക്സ്വൽ ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഉണ്ട്, ട്രാൻസ് മെന്നുണ്ട്, CD ഉണ്ട്, ക്രോസ് ഡ്രസ്സറുണ്ട്. ഇതിനകത്തൊരു 10-24 കാറ്റഗറി ഉണ്ട്. LGBTQ എന്ന് പറയുന്നത് അതിൻ്റെ വെറും എന്താണ് ടോപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്. ഇത് പഠിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളം എന്താണ് പറയുന്നത് കാറ്റഗറികൾ, സബ് കാറ്റഗറി ഇതിനകത്തുണ്ട്. സാറേ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്കൊരു കൺസേൺ ഉണ്ടോ? തീർച്ചയായിട്ടും. ഉണ്ടോ? ഹൊസൂർ ബ്രദർ അസംബ്ലി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ട്രാൻസ്ജെൻഡർ ഈസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തിൻ്റെ രസത്തിലും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യത്തെ നിർമ്മിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ലോസ്റ്റ് ലൈക്ക് എനിബഡി എൽസ്. മറ്റുള്ളവരെ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഭാവിയാണ്. അവർ രക്ഷിക്കപ്പെടണം, രൂപാന്തരപ്പെടണം. 2 ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങളുടെ സഭയിൽ ഒരു മാസത്തോളം കടന്നു വന്നു. പിന്നീട് അവർ അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോയതുകൊണ്ട് പിന്നെ വന്നില്ല. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരണം എന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഏതാ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിലൊരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ LGBTQ-നെതിരെ അവയർനെസ് കൊടുക്കാൻ വന്ന ഒരു ബ്രദർ, അദ്ദേഹം ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അതിനുശേഷം രക്ഷിക്കപ്പെട്ട് താൻ
തിരിച്ചും തൻ്റെ പഴയ അവസ്ഥയിലേക്ക് വന്ന ഒരു സ്ട്രോങ് ടെസ്റ്റിമണി കേൾക്കാനായിട്ട് പറ്റി. അപ്പോൾ സുവിശേഷത്തിന് ആരെയും മാറ്റാൻ ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ സഭ എത്രമാത്രം, നമ്മുടെ കമ്മ്യൂണിറ്റി എത്രമാത്രം അതിന് അല്ല, അവിടെ നമ്മൾ ജഡ്ജ്മെന്റിലാവും. യെസ്. കാരണം ഇതിനകത്തെ ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞു, ഇത് ഇന്നത്തെ നമ്മുടെ പിള്ളേരെ, സ്കൂളിൽ പോകുന്ന പിള്ളേരെ ഈ ലെവലിലേക്ക് തിരിച്ചു വിടുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. കോർപ്പറേറ്റ്സ് ആണ് വർക്ക്. അതിനേക്കാളും ഡേഞ്ചറസ് ആണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. അത് കുഴപ്പമില്ലല്ലോ, അതിലെന്താ തെറ്റ്? അവർ മനുഷ്യരല്ലേ, അവർക്ക് അവകാശമില്ലേ? അവരെ പരിഹസിക്കാൻ പാടുണ്ടോ? അവരെ ഒറ്റപ്പെടുത്താൻ പാടുണ്ടോ? അവർ നമ്മളെപ്പോലെ ജനങ്ങളല്ലേ, അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ എന്ന് പറഞ്ഞ് അതിനെ സാധൂകരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ. ആ ബിഗ് ബോസിൽ 2 സ്ത്രീകളുണ്ട്. അവരുടെ പേര് ആദില, നൂറ എന്ന് പറയുന്ന 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികളെ ഒരു വ്യക്തിയായിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ആദിലയോ നൂറയോ ആര് വിന്നായി കഴിഞ്ഞാലും ഒരാൾ വിന്ന് ചെയ്തപോലെ അവർ കൂട്ടത്തുള്ളൂ. എന്തിനാ ഇത്രയും വലിയ ഷോയിൽ 2 പേരെ കൊണ്ടുവന്നത്? ടു സ്റ്റാൻഡർഡൈസ്, ടു നോർമലൈസ്. അപ്പം ഇവരെ സ്ഥിരമായിട്ട് കാണും. അവർ പാവമാണ് കേട്ടോ, നല്ല പെൺകുട്ടികൾ, അവർ സുഹൃത്ത്. ഇവരെ ആരെ കുറ്റപ്പെടുത്തുന്നത്? വാട്ട് ഈസ് റോങ് വിത്ത് ദം എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മുടെ കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. Okay. കോർപ്പറേറ്റ്സിൽ ഇപ്പൊ ഇത്ര പെർസെന്റേജ് ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കണമെന്ന് നിയമം കൊണ്ടുവന്നിരിക്കും. മാത്രമല്ല അവരുടെ ഈ പ്രൈഡ് ഡേയുടെ അത് ആ ഫ്ലാഗ് മേശപ്പുറത്ത് വെക്കണം. അതുപോലെ ഇവിടെ കുത്തിക്കൊണ്ട് പോകണം. ഏതാ ഈ 6 നിറമുള്ള ഈ ഫ്ലാഗ് ഇവിടെ കുത്തിക്കൊണ്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഐ ആം പ്രോ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്ഥാനക്കയറ്റം പോലും കിട്ടത്തില്ല. നമ്മുടെ ഈ വിഷയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കൂട്ടിച്ചേർക്കുവാനായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമയം കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഇനി മുൻപോട്ട് കൊണ്ടുപോകണം, പഠിക്കണം. അതിന് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? സുവിശേഷകൻ ബാലസംഘം വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കർത്താവ് അനുവദിച്ചാൽ ഈ ക്യാമ്പ് സെൻറ്റർ ദൈവം നമുക്ക് തന്നു. ഈ ക്യാമ്പ് സെൻറ്റർ ഒരു ട്രെയിനിങ് സെൻറ്ററായിട്ട് രൂപം കൊള്ളണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൗൺസിലിംഗ് ട്രെയിനിങ്, ടീൻസ് ട്രെയിനിങ് ടീച്ചേഴ്സ് ടു ഹൗ ടു ഹാൻഡിൽ ചിൽഡ്രൻ, how to overcome challenges, emotional, physical, spiritual, premarital counseling, family enrichment courses, career development training, leadership training, preparing for a godly parents, parenting training, digital training, family discipleship training എന്ന് വേണ്ട തുടങ്ങിയ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവിടെ വെച്ച് നടക്കണം. നമ്മുടെ സമൂഹത്തെ തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു വലിയ വിഷനോടുകൂടിയാണ് ഈ ക്യാമ്പ് സെൻറ്റർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു 30 വരെ 12:30 വരെയുള്ള സമയം നമ്മൾ ഒരു 6 ഗ്രൂപ്പായിട്ട് തിരികെയാണ്. വെളിയിലെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ നിങ്ങൾ തിരിഞ്ഞിട്ട് അതിനുള്ള ലീഡേഴ്സ് ഉണ്ട്. ജോൺസൺ മാടപ്പള്ളി ആ കാര്യം ചെയ്യും.